മക്കളെ, ഇപ്പം നമുക്ക് സർക്കിളിൻ്റെ മെഷർമെൻറ്റുകളൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടി. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിലെത്തി. നമ്മളൊരൊറ്റ ക്വസ്റ്റിനിൽ തന്നെ ഒരു 5 സബ്ബായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാർ 3 ചെയ്തു തരാം. 2 മക്കൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട് സാറിന് കമൻ്റായിട്ട് അയക്കണം. സാറിന് ശ്രദ്ധിച്ചിരിക്കണം. സി, ഇൻ ദ ഫിഗർ ഈസ് എ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ഓ ഈസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. നമുക്ക് ഫിഗർ നോക്കാം. ആദ്യമേ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് അവർ ഒ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചിത്രത്തിൽ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഒ എന്ന് പറയുന്നത്. ചിത്രത്തിൽ ഒ വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. ഇനി നമുക്ക് 2 മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. BAO 20 ആണ്, BCO 10 ആണ്. നമുക്ക് നോക്കാം. ഈ BAO എന്ന് പറയുന്നത് ഏതാണ്? ഈ BAO എന്ന് പറയുന്നത് 20 ആണ്, BCO എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 2 മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ABC? അപ്പോൾ ഈ കേസിൽ നമ്മൾ ചോദിച്ചത് ആംഗിൾ ABCയുടെ അളവ് എന്താണ്? നമുക്ക് നോക്കാം. ആംഗിൾ ABC എങ്ങനെ കണ്ടുപിടിക്കും? ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കത് ഇത് കാണുമ്പോഴേ അറിയാം ഇത് രണ്ടും റേഡിയസാണ്. ഈ പറയുന്ന OAയും OBയും റേഡിയസാണ്. അപ്പം നമുക്കറിയാം ഈ 2 സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ OBA എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്. ഇത് 20 ആണെങ്കിൽ ഈ ആംഗിളും 20 തന്നെയായിരിക്കും. ഇനി ഇതുപോലെ തന്നെ ഈ OBC എടുക്കുമ്പം ഇവിടെ രണ്ടും റേഡിയസാണ്. OBയും OCയും റേഡിയസ്. രണ്ടുപേരും ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വലായിട്ട് മാത്രമല്ല ആ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 10 ആണെങ്കിൽ ഈ കാണുന്ന ഈ പോർഷനും 10 ആയിരിക്കും. ടോട്ടൽ ആംഗിൾ B എന്ന് പറയുമ്പം 20 + 10 30 വരും. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ആംഗിൾ B ആണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ABC? അതായത് ആംഗിൾ B ആണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC? അടുത്തതായിട്ട് ചോദിച്ചേക്കുന്നത് ആംഗിൾ AOCയുടെ അളവ് എന്താണ്? നമുക്ക് നോക്കാം. ആംഗിൾ AOC എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം ഇവിടെ വരുന്ന ആംഗിളിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 30 ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് 60 ആയിരിക്കും. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. സി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC? അല്ലെങ്കിൽ ആംഗിൾ ADCയുടെ അളവ് എന്താണ്? നമുക്ക് ADC നോക്കാം. ADC എന്ന് പറയുന്നത് ഇതാണ്. ഈ ആംഗിളാണ്. ഈസി ആയിട്ട് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഇത് 30 ആയതുകൊണ്ട് ഇത് 180 ആയിരിക്കും. നമ്മളോട് ADC ആണ് ചോദിച്ചത്. അതുകൊണ്ടാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ടോട്ടൽ 180 ആണ്. അപ്പോൾ ഇത് 30 വന്നുകൊണ്ട് ഇത് 180 - 30 150. ഈസി ക്വസ്റ്റ്യൻ. ഇനിയുള്ള 2 ക്വസ്റ്റ്യൻ മകൾ ഹോംവർക്ക് ആഡ് ചെയ്യണം. ഫൈൻഡ് ദി ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ AOC. അതായത് AOC എന്ന ആംഗിൾ, ത്രികോണം AOCയിലെ എല്ലാ കോണുകളും കണക്കാക്കുക. നമുക്ക് AOC ഒന്ന് നോക്കാം. AOC, ഈ ട്രയാങ്കിൾ AOC എന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിലെ ഈ കോണുകളൊക്കെ മക്കളൊന്ന് കണക്ക് കൂട്ടിയിട്ട് ഈസിയാണ്. നമ്മൾ നേരത്തെ സെയിം ആർക്ക് വെച്ചും ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതുപോലെ തന്നെ സെയിം ആർക്കിൽ തന്നെ എവിടെയൊക്കെ ആംഗിൾ ഉണ്ടായാലും അതെല്ലാം തുല്യമാണ്. അങ്ങനെ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് എത്രയാണെന്നുള്ളത് സാറിന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് നമ്മളോട്. ഇഫ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ then find the length of the chord AC. അതായത് വൃത്തത്തിൻ്റെ വ്യാസം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ
എ സിയുടെ നീളം കണക്കാക്കണം. അപ്പം നമുക്ക് എ സി ഏതാണ്? ദാ ഈ കാണുന്നതാണ് എ സി. വൃത്തത്തിൻ്റെ വ്യാസം 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പം വൃത്തത്തിൻ്റെ വ്യാസമാണ്, അതായത് വൃത്തത്തിൻ്റെ വ്യാസം 10 എന്ന് പറഞ്ഞാൽ റേഡിയസ് 5 ആണ്. അപ്പം റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് രണ്ടും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് വെച്ച് എ സിയുടെ നീളം മക്കളൊന്ന് കണക്കാക്കുക. അതിനുശേഷം സാറിന് കമൻ്റായിട്ട് മക്കൾ അയയ്ക്കുക. ഇനി ഡൗട്ട്സ് മക്കൾക്ക് ക്ലിയർ ആകുന്നില്ല എങ്കിൽ സാർ നേരത്തെ പറഞ്ഞു സാറിന് ഓൺലൈൻ ട്യൂഷനുണ്ട്, 1-to-1 ട്യൂഷനുണ്ട്. വാട്സപ്പിൽ ജസ്റ്റ് ഈ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.